ഹായ്, അസ്സലാമലൈക്കും. കാക്കോ എന്താ പരിപാടി? ഇന്ന് നമ്മള് ചിരിക്കണ പരിപാടിയാണ്. ചിരിക്കും ചിലപ്പോ കരയും ചെയ്യും, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ പല ഐറ്റംസ് ഉണ്ട്. എരിവുള്ള ഐറ്റംസ് ഉണ്ട്, കയ്പുള്ളതുണ്ട്, പുളിയുള്ളതുണ്ട്, മധുരമുള്ള ഐറ്റം ഉണ്ട്, ഉപ്പുണ്ട്, പഞ്ചസാര ഉണ്ട്, ഐസ്ക്രീമും ഉണ്ട്, മാങ്ങയുണ്ട്. ഇങ്ങനെ പല ഐറ്റംസ് സാധനങ്ങളെ കൊണ്ടുള്ള ഒരു ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ ഇതില് നമ്മൾ ഇതിനൊക്കെ ഓരോ മാർക്കൊക്കെ കൊടുക്കുന്നത്, ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോന്നിനും ഓരോ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ 50-50 ആർക്ക് കിട്ടണോ ഒരു വിജയിക്കും. അപ്പോ ആരാണോ ഈ ഇതില് 50-50 മാർക്ക് വാങ്ങി വിജയിക്കുന്നത്, ഓർക്ക് ഞാനാണ് വിജയിച്ചതെന്ന് വെച്ചാൽ 1000 രൂപ ഞാൻ കൊടുക്കും. അല്ല, ഓള് വിജയിക്കുകയാണെങ്കിൽ ഈ 1000 രൂപ ഓക്ക് ഞാൻ കൊടുക്കും. അപ്പൊ അതാണ് ചലഞ്ച് വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ഓരോന്നിനും ഓരോ പോയിന്റ് കൊടുത്തുക്കണോ. അപ്പൊ പോയിന്റ് കൈപ്പങ്ങക്ക് നമ്മൾ 7 പോയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. കൈപ്പങ്ങക്ക് നമ്മൾ 7 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഏതാണ്? ഉപ്പ് അല്ലേ? 15 പോയിന്റ്. ഉപ്പിന് 15 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. മുളകിന് 10 പോയിന്റ്. അതെ. നാരങ്ങക്ക് 5 പോയിന്റ്, ഇഞ്ചിക്ക് 6 പോയിന്റ് ഉണ്ട്, സവാളക്ക് 2 പോയിന്റ് ഉള്ളൂ, മാങ്ങക്ക് 1 പോയിന്റ് ആണ്, സവർജലിനിക്ക് 2 പോയിന്റ് ഉണ്ട്, അടക്കാപ്പായത്തിന് 3 പോയിന്റ് ഉണ്ട്, ക്യാരറ്റിന് 1 പോയിന്റ് ഉണ്ട്, പഞ്ചസാരക്ക് 0 മാർക്കാണ്, പിന്നെ ക്യാരറ്റിന് 5 മാർക്ക് ഉണ്ട്, ഐസ്ക്രീമിനും 0 മാർക്കാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇത് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതിൽ 50-50 ആർക്ക് കിട്ടണോ ഒരാണ് വിജയി. അവർക്ക് എന്ത് ചെയ്യും? 50-50 ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചലഞ്ച് നിർത്തും. പിന്നെ അവർക്ക് ആരാണോ, ഞാനാണെങ്കിൽ എനിക്ക് കൊള്ളണമെങ്കിൽ കൊടുക്കും 1000 രൂപ. ആരാ ജയിക്കുക വെച്ചാൽ കൊടുക്കാണെങ്കിൽ. അപ്പൊ എന്തായാലും ചലഞ്ചിലേക്ക് ഞങ്ങളിവിടെ പോയിന്റ് ചെയ്താൽ ഒരു പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്, പെന്നും പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെ നറുക്ക് എഴുതിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ നന്നാക്കി കുലുക്കും, നല്ല കുലുക്കിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ തന്നെയാണ് അവനാനുള്ളത് അവനാൻ നറുക്കെടുക്കുക. ഫസ്റ്റ് ആയിട്ട് അപ്പൊ ഞാൻ തന്നെ എടുക്കുന്നുണ്ട്. കൈപ്പങ്ങനെ ആവും മിക്കവാറും. ഏതാണോ അറിയില്ല, നോക്കട്ടോ. അപ്പൊ എനിക്ക് കാരക്കാണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റില് ഒരു 5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. കാരക്കൊന്നും വിഷയമല്ല, മുളകും കയ്പങ്ങൊക്കെ കിട്ടിയ എന്ത് ചെയ്യും. അപ്പൊ ഞാൻ 5 മാർക്ക് ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ ആദ്യത്തില് 5 മാർക്ക് എഴുതിയിട്ടുണ്ട്. അടുത്തത് എന്താ കുടിക്കണ്ടേ? നിങ്ങൾ കുടിക്കും മതി. ഐസ്ക്രീം പൂജമാർക്കാണല്ലോ. അപ്പൊ നാരങ്ങ നെല്ലില്ലേ, ഇത് കഴിക്കണ കാണാൻ നല്ല രസം ഉണ്ടാവും. നമുക്കൊന്ന് കാണാം. നാരങ്ങ കഴിക്കൂല, എനിക്ക് ഭയങ്കര നാരങ്ങയുടെ തൊലിയൊക്കെ കഴിക്കണ്ട്. അങ്ങനെ സംഭവം രണ്ടാളും സമസമായിട്ടുണ്ട്. ഇനി അടുത്ത ആള് ഞാനാണ്. പച്ചമുളക് കഴിക്കും. കയ്പങ്ങാണേ ഐസ്ക്രീം അടച്ചോനെ എന്തെങ്കിലും നല്ലതാണല്ലോ. അപ്പൊ നമുക്ക് ഐസ്ക്രീം കിട്ടിയത് മതി മതി. ഐസ്ക്രീമൊക്കെ പറയുന്നു. അടുത്തത് അടുത്തയാണല്ലേ അച്ഛനെ. അപ്പൊ ഐസ്ക്രീമാണ്. അപ്പൊ 0 പോയിന്റ്. അപ്പൊ എനിക്കിതാ സവർജില്ല കേട്ടോ, സമാധാനം ഉണ്ട്. ഇതാ ശരി, കുഴപ്പമില്ല.
കൈപ്പങ്ങ കിട്ടിയാൽ പച്ചമുളകും കൈപ്പങ്ങ ഉപ്പാട്ടോ. ഇത് പൊളിക്കും. അപ്പൊ എനിക്ക് 15 മാർക്ക് നമുക്ക് കിട്ടി. 15 മാർക്കോ? കഴിയാതെ 15 മാർക്ക് അത്ര പോരാ. നല്ല കുറച്ചിട്ടാ മതി. ഭയങ്കര എടുക്കാം. ഉപ്പ് തിന്ന ആള് പോയിട്ടോ. അവസ്ഥ. ഉപ്പ് കഴിച്ച ആള് പുറത്ത് പോയി തുപ്പിട്ടോ. കഴിക്കാൻ കഴിയില്ല. അതിന്റെ ഒന്നായിട്ട് നിങ്ങള് അങ്ങനെ ഇട്ട് കഴിക്കാൻ കഴിയില്ല. അത് പറ്റൂല, അങ്ങനെ പറ്റൂല. ഇത് വെട്ടട്ടെ. 15 മാർക്ക് കഴിച്ചിട്ടില്ല. ഉപ്പില് നമ്മള് പരാജയപ്പെട്ടു. ഞാനല്ലേ? അപ്പൊ നമ്മൾ തോറ്റിക്കണം. ഉപ്പ് തിന്നിട്ട് ആകെ ഇറങ്ങി കിട്ടോ. ഐസ്ക്രീം അത് സാരില്ല. ഐസ്ക്രീമിന് 0 പോയിന്റ് ഉണ്ടോ? കൈപ്പങ്ങയാണെങ്കിൽ മക്കളെ മകളുള്ള വെള്ളം കിട്ടിയാൽ മതി. ഇപ്പൊ ഉപ്പ് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഇത് നമ്മള് ലോകപരാജയാവോ? കുറച്ചെടുത്ത് നോക്കിങ്ങാണ്ടോ പറ്റൂലട്ടോ. ഒക്കെ പടന്നല്ലേ കിട്ടാൻ പോയിക്കാത്തെ കുറച്ചിട്ടേ. കുഴപ്പമില്ലല്ലോ. കാക്കൊരു ചലഞ്ച് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ സംഭവം ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അതാണ് സംഭവം. 2 കടല വിട്ട് 1 ഉപ്പും 1 കഴിക്കും. അപ്പൊ കൈപ്പങ്ങൾക്ക് 7 മാർക്ക് അല്ലേ? 7 നിങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ മാർക്ക്. ഞാനാണ് ₹1000 മത്സരാട്ടോ. പക്ഷെ ഇത് ചിലപ്പം നീണ്ടു പോയി കഴിഞ്ഞാൽ ആകെ പണിപ്പോ. ഉപ്പാട്ടെ ഉപ്പിട്ടേ അത് കഴിക്കുന്ന നോക്കാലോ നമുക്ക്. ഞാൻ പരാജയപ്പെട്ടു. പറ്റ കമ്മിയാക്കാൻ പാടില്ല. എനിക്ക് ഉപ്പാടൊക്കെ ഇട്ടിരിക്കുന്നത്. ഇനിയിപ്പോ എങ്ങനെ കഴിക്കുന്ന ഒരു ഐഡിയ ഇല്ല. കുറച്ച് കഴിച്ചാൽ പോരെ? കുറച്ച് തോനെടുക്കണം. പിന്നെ 1/2 സ്പൂണ് വേണം പറഞ്ഞേ. ഞാനൊരു പിന്നെ അതിന് കമ്മിയാക്കില്ലേ. അപ്പൊ അവിടെ ഒരു വിറ്റെടുക്കാൻ പോവാണ്. കണ്ടോളി. കഴിയൂല. നടക്കണം. ഇറക്കിയ ഫസ്റ്റ് ഇട്ടു. 15 മാർക്ക് കിട്ടും. കറക്റ്റ് ഫുള്ള് നടക്കാം. വളരെ പറ്റില്ല. ഉപ്പ് തിന്നാൻ കഴിയില്ലട്ടോ. അത് ഭയങ്കര സംഭവ. ഈ ചലഞ്ച് വീഡിയോയിലൊക്കെ കാണാൻ ഓരോരുത്തർ ഉപ്പൊക്കെ കഴിക്കുന്നത് എങ്ങനെയാവല്ലേ? അറിയില്ല. ചിലപ്പം വീണ്ടും കൈപ്പങ്ങയാവാം, അല്ലെങ്കിൽ പച്ചമുളകാവാം. കൈപ്പങ്ങ പിന്നെ കഴിച്ചാൽ ഉപ്പ് തീരെ തിന്നാനില്ല. അപ്പൊ നമുക്ക് വീണ്ടും ഞാൻ ഇങ്ങനെ മനസ്സിൽ കരുതി ഒരു കാരക്ക കിട്ടി.
നിങ്ങൾ കഴിക്കും എനിക്കറിയാം. 5 മാർക്കല്ലേ ഞാൻ? അപ്പം ഇനി അടുത്ത ഞാനാണ്. അച്ഛനെ കയ്പ്പൊക്കെ ആകല്ലേ. അപ്പം മുളക് കട്ടിയാണ് കേട്ടോ. മുളക് അച്ഛനെ ചെറിയ മുളക് തിന്നു കേട്ടോ. ഉണ്ടോ? ഉണ്ടോ? മാത്തമുളക വണ്ടി ഇന്നുണ്ടോ മുളക? ഇത്ര കഴിക്കോളൂ കേട്ടോ. അത് ഫുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല. അത് പറ്റൂല. അപ്പൊ മാർക്കിട്ടൂല. അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കഴിക്കൂലേ? നല്ല മാർക്കുണ്ട്. നല്ല എത്ര മാർക്കാ? 10 അന്നിട്ട് കഴിച്ചിട്ടുണ്ട്. പഠിച്ചോണെ ഇഞ്ചിന്റെ പേരുണ്ടതില് കഴിയൂല. ഫുള്ളൊന്നും മാർക്കുണ്ടാവൂല. അപ്പൊ ഇത് എന്താണ്? പകുതി മാർക്ക് മതിയോ? പകുതി മാർക്ക് പാവല്ലേ? 5 മാർക്ക് കൊടുക്കാല്ലേ? പകുതി ഒന്നും പകുതിയില്ല. അതൊന്നും പറ്റില്ല. മാർക്ക് അങ്ങനെ മാർക്ക് ഇടാന്നില്ല. ഫുള്ള് എക്സാമില് ഫുള്ള് എഴുതിയ മാർക്ക് ഉണ്ടാവും. എന്നാൽ മതി ഇതിനും ഫുള്ള് എഴുതിയ മാർക്ക്. കുറച്ച് പഞ്ചാര പറയാൻ പറ്റില്ല. വന്നിരിക്കുന്നു നമ്മളെ പറ്റിച്ചാനായിട്ട് കൈപ്പങ്ങ എന്നെ വെച്ചാണെങ്കിൽ കൈപ്പങ്ങ എല്ലാത്തിനും സീനാണ് മക്കളെ. മുളക് കിട്ടിയ മതിയല്ല. അത് കഴിച്ചൂല. അപ്പോ കൈപ്പങ്ങ എത്ര? മാർക്ക് കൈപ്പങ്ങക്ക്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് 20. അടുത്ത ഞാനൊരു 10 മുളകാണ് കേട്ടോ. കുറച്ച് മാർക്കില്ലെങ്കിൽ മാറില്ല. അതമ്മേ ക്യാരറ്റ് സമാധാനം വഴുതെടുക്കട്ടെ. എരി മാറാന് ആ മാങ്ങ ആ സാധനത്തില്ലേ അടക്കാപ്പായൊക്കെ ഇതൊക്കെ ഇതിലില്ലേ സംഭവം. കയ്പങ്ങി മുളക് മാത്രമേ ഉള്ളൂ കിട്ടുന്നത്. മധുരമുള്ള കഴിക്കാൻ മതി. പച്ചമുളക് ക്യാരറ്റിന് ക്യാരറ്റിന് ഒരു മാർക്ക്. മാങ്ങയ്ക്ക് മാങ്ങ ഓ എത്ര മാർക്കാ? മാർക്ക് ഒരു മാർക്കല്ലോ. ഒരു മാർക്ക്. കേട്ടോ അപ്പൊ ഇയാൾക്ക് കൈപ്പം കിട്ടി. നോക്കട്ടെ വലുതൊന്നല്ല, ഞാൻ അടിയിലുള്ള അത് ഫുള്ളൊന്നുമില്ലെങ്കിൽ എന്ത് ചെയ്യും? തിന്നിട്ട് അതിന്റെ വളർന്നു അങ്ങനെ എന്തൊക്കെയാ കഴിച്ചു. നോക്കുന്നുണ്ടാവില്ല. ഞങ്ങൾ 1000 പോയി പഞ്ചസാര കൂടി കഴിച്ചാൽ പഞ്ചസാരയിൽ നോക്കിയാൽ എന്നാ കഴിച്ചു തന്നു സാധിക്കും. എന്നോട് എന്താ വെച്ചാൽ ഒന്നായിട്ട് തിന്നണ്ട, കുറച്ച് തിന്നാൽ മതി. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? അപ്പൊ ആള് കൈപ്പങ്ങ കഴിക്കണ കാണുന്നില്ലേ? നല്ല രസമുണ്ട് കാണാം. ഈ കൈപ്പങ്ങ തീരെ കഴിക്കില്ലല്ലേ?
എത്ര മാർക്ക് അതിന് അതിന് മാർക്ക് കിട്ടാണ് പീസ് പോയാൽ നോക്കില്ല. തുപ്പട്ടെ മാർക്ക് എന്തിനും തുപ്പട്ടെ. അപ്പോ സവാളക്ക് എത്ര മാർക്കായി മേടിക്കണേ? 2 മാർക്കിനാണ് എഴുതുന്നത്. ഞാനില്ലേ കുഞ്ഞാ കയ്പൊക്കെ പിന്നെ അടിപൊളി. വീണ്ടും രണ്ടാമതും കയ്പ കിട്ടിയിരിക്കുകയാണ്. അതെങ്ങനെ? അപ്പൊ ഇതാ വീണ്ടും എനിക്ക് കയ്പൊക്കെ കിട്ടിക്കണേ. നിർഭാഗ്യവശാൽ കഴിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ശ്രമിച്ചു നോക്കാം. രണ്ടാമത്തെ ഫസ്റ്റ് ഇപ്പൊ കയ്പൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പൊ രണ്ടാമത്തെ വട്ടം പിന്നെ ഒരു പേരക്കും കൂടി കിട്ടാറുണ്ട്. പച്ചമുളകും ബാക്കിയൊക്കെ കിട്ടിയതാ. നാരങ്ങ ഇഞ്ചി രണ്ടാം കിട്ടിയിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കിട്ടണുള്ളൂ. അവൻ തിന്നു. പിന്നെ കഴിച്ചാൽ ആലോചിക്കണ്ട കഴിച്ചു. പക്ഷെ മാർഗം പകുതി എടുക്കി മാർക്ക് മാർക്ക് മക്കളെ പഞ്ചസാര ആയാൽ പൂജ്യം ഉണ്ടോ? പഞ്ചസാരയാണോ? പഞ്ചസാര എന്താ നിങ്ങൾ പറയണ? കയ്പ കണപ്പ് കയ്പ കിട്ടിക്കോ. ഒരു സ്പൂൺ പഞ്ചാര കയ്പ് മാറാനാണ്. ഞാനോ പഞ്ചസാരക്ക് എത്ര? പൂജ്യാണ്. പക്ഷെ അതെന്താ പുതുമ? നിങ്ങള് പറഞ്ഞു തന്നെയാണോ കൂട്ടണേ? അളത്ര കണ്ടോ? കയ്പൊക്കെ കഷ്ടപ്പെട്ട് തിന്നാണ്. ഞാനെന്തോ എന്താ മാങ്ങട്ടണം പറയും. മാങ്ങട്ടണം പറയും. ഓറഞ്ചോ? ഓറഞ്ചിലില്ലല്ലോ. അതെന്ത് സംഭവം? മാങ്ങ അൽഹംദുലില്ലാ. ഒരു പീസ് രണ്ടെണ്ണം. ആ മുളക് തന്നെ മാങ്ങ 2 പീസ്. മാങ്ങ 2 പീസ്. ഒരു പീസ്. കയ്പും ഉപ്പും നോക്കപ്പാട ആകപ്പാട ഒരു മപ്പില. മാങ്ങക്ക് ഒരു മക്ക കളറിന് അതിൻ്റെ ഞാൻ നോക്കട്ടെ. അപ്പൊ നമുക്ക് അടക്കാപ്പായാണ് കിട്ടിയിരിക്കുന്നത്. അടുത്തത് അടക്കാപ്പായാണ്. ഇപ്പൊ ഇതുവരെ കിട്ടാത്തൊരു മുതലാണ് അടക്കാപ്പായം. അടക്കാപ്പായം കിട്ടിയിരിക്കുന്നത് ചെറിയ കഷ്ണം മതി. അടക്കാപ്പായം പള്ളം നടന്നിരിക്കണം. ഒക്കെ പടുത്ത് ഇനി അടുത്തല്ലേ എത്ര വേണ്ട? 3 പരീക്ഷണമാണ്. എന്തെങ്കിലും നല്ല പുലുവ എവിടുന്ന് ഒപ്പിച്ചത് അങ്ങനത്തെ ഇഞ്ചി കിട്ടിക്കണം കേട്ടോ. ഇഞ്ചിയാണ് കിട്ടിയത്. വലിയ പിസാക്കിക്കല്ലേ? വലിയ പിസാ കേട്ടോ. കഴിച്ചാൽ കിട്ടിക്കണം കേട്ടോ. ഞാൻ കഴിക്കുന്ന 2 കേട്ടോ. പിന്നെ മുളക് കിട്ടിക്കണം. മുളക് കിട്ടിയില്ല. മുളക് കിട്ടണ്ട. ചുട്ടൊക്കെ നാരങ്ങ ഇഞ്ചി ക്യാരറ്റും കരിപ്പങ്ങി
എത്ര 5-6 മാർക്കുണ്ട്. എത്ര മാർക്കായി? അപ്പോൾ അത് 7 14 14 15 നിങ്ങൾ നമുക്കൊരു പുണ്യമില്ല. നിങ്ങൾക്ക് പറ്റൂല ഉപ്പ്? ഇപ്പം ഞങ്ങളോട് പറ്റില്ല. മുളകും അത് പിന്നെ പറ്റിയേക്കാരം തിന്നോക്കിയാ എന്താ അടക്കപ്പായം. വീണ്ടും അടക്കപ്പായം. അപ്പൊ നമുക്ക് രണ്ടാമത് അടക്കപ്പായം വന്നു. അടക്കപ്പായം ഇതിന്റെ വെള്ളം നടക്കണം. അടുത്ത ഞാൻ കേട്ടോ. നല്ലതായ മതി. ഈ ചലഞ്ച് ഉണ്ടാക്കിയ ആള് കോളന്നെയാണ്. അപ്പൊ ഓക്കെന്നെ ഒരു പണി ആയിക്കോട്ടെ. അത് ഞാൻ പഠിച്ച ഞാൻ കഴിച്ചിലാക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പറയുന്നുണ്ട്. അടുത്തത് എന്താ വന്നാവും. കാരണം തീരെ കഴിയില്ല. ഛർദിക്കാൻ കഴിയില്ല. കുലിക്കില്ല. മതി മതി മതി. നമ്മൾ എടുത്ത് കഴിഞ്ഞാണ് പഠിച്ചോനെ ഒരു മുളക് അല്ലെങ്കിൽ ഒരു ഇഞ്ചി പഞ്ചസാര വീണ്ടും കിട്ടിയിരിക്കുന്നു. അത് നമ്മളങ്ങനെ കഴിച്ചാക്കുക. മത്സരം ഉണ്ടാക്കിയ ആളാണ്. അടിച്ചിട്ടൊന്നും കാര്യമില്ല. അൽഹംദുലില്ലാ മാങ്ങ കിട്ടിക്കണം. ഭയങ്കര സത്യത്തിൽ മാങ്ങല്ലേ രണ്ടല്ലേ തിന്നാട് ഇഞ്ചി തിന്നാടാകും. അപ്പൊ തിന്നാ ശരിയാവും. അടുത്തങ്ങള് എന്താണ് ആഗ്രഹം? പറയും. എന്നിട്ട് പോലീസാകണമെന്നാണ് ആഗ്രഹം. സവർജിൽ ആദ്യമായിട്ട് സവർജിൽ ഉണ്ട്. സവർജിലാണ് സവർജിൽ എനിക്ക് അതൊന്നും കിട്ടുന്നില്ല. കൺകുട്ടി 50 കഴിഞ്ഞാല് പരിപാടി എളുപ്പം നിർത്താൻ വേണ്ടിട്ടാട്ടോ. അതായത് ഈ പരിപാടി ഉണ്ടാക്കിയ ഓളാണ് എന്ത് ചെയ്ത് അപ്പൊ ഓളനെ പരാജയപ്പെടാൻ. ശരി ഞാൻ പോവാണ്. ശരി ഞാൻ പോവാണ്. ഉപ്പില്ലാതെ കഴിക്കുന്നത് കഴിച്ചോ? കഴിക്കൂല. ഇത് മാറ്റി 5 10 കഴിയില്ല. ഉപ്പ് കഴിക്കാൻ കഴിയില്ല. പിന്നെ ചലഞ്ചിൽ ഞാൻ തോറ്റു. ഞാൻ 0 മാർക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട്. എനിക്ക് മാർക്ക് വേണ്ട. എനിക്ക് ഉപ്പ് തിന്നാൻ കഴിയില്ല. അപ്പൊ നമുക്ക് കളി നിർത്താം. പക്ഷേ ഉപ്പിച്ച് വേണ്ട. ഉപ്പ് എനിക്ക് തിന്നാൻ കഴിയില്ലല്ലോ. അങ്ങനെ തിന്നണില്ലല്ലോ. കുലിക്കില്ല. ഞാൻ കുലിക്കൂടി. കാരക്കയായ വറവാ കാരക്കയ. നമുക്ക് കാരക്ക കിട്ടിയെങ്കിൽ കാരക്ക ഞാനൊന്നും അറിയില്ല. ഞാൻ പഞ്ചായത്ത്. അപ്പൊ നമുക്ക് എനിക്ക് 40 മാർക്കായി. നമുക്ക് 30 ആയിട്ടുള്ളൂ. 10 മാർക്കിന് ഞാൻ മുന്നിലുണ്ട്. എന്നാലും എനിക്ക് കൂടുതലും 2-3 പരീക്ഷണം കിട്ടിയിരുന്നു. എന്നാലും രക്ഷപ്പെട്ട അല്ലെങ്കിൽ പേര് ഭാഗ്യ കഴിക്കുന്ന അപ്പൊ എനിക്ക് ഐസ്ക്രീം ആട്ടോ കിട്ടിയത്. ഭാഗ്യം 0 മാർക്കാട്ടോ. 0 മാർക്കാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ തന്നെ എന്തായാലും മുന്നില്ല. എനിക്ക് ഉറപ്പാണ്. 1000 പോവും. 2000 പോവും. ശരി.
ഈ ഉപ്പൊക്കെ തിന്നണില്ലാന്നല്ല 1000 കൊടുക്കാണ് അല്ലേ? ജോലിക്ക് തന്നോ അല്ലെങ്കിൽ ഞാൻ കണക്കം കാട്ടുണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയും മേജിക്ക് ഉണ്ടാക്കാൻ. നാരങ്ങ കിട്ടാത്തത് പച്ചമുളക് അങ്ങനെ ഒന്നിലും കിട്ടാത്ത പച്ചമുളക് നാരങ്ങ തോന്നുന്നു. പറയാൻ പറ്റില്ല, ഞാൻ വെറുതെ പറഞ്ഞ എനിക്കറിയൊന്നുമില്ല. നമുക്ക് പരീക്ഷണം നടത്തിയൊക്കെ ഏതെടുക്കണ്ടെന്ന് ഇപ്പൊ അറിയാതെ. എനിക്ക് ഒന്നെടുക്കും ഇഞ്ചി രസം അറിയണം. അങ്ങനെ സ്പീഡിൽ തിന്നാൻ കഴിയില്ല, സാവധാനം തിന്നണം. എങ്ങനെയുണ്ട്? ഇഞ്ചി പേപ്പറില് തുപ്പി അത് കഴിഞ്ഞില്ല, അത് കഴിഞ്ഞില്ല. നിങ്ങളങ്ങനെ തുപ്പിക്കോളി. ഇഞ്ചി കുരക്ക് നല്ലതാ. അങ്ങനെ വേണമെങ്കിൽ ചണ്ടി, ഇത് ചണ്ടി ആയിക്കണ് എന്നിട്ടാ ഞാൻ തുപ്പിയേ. മാർക്ക് വാങ്ങണ്ടേ? 1000 റുപ്യാണ്. 1000 റുപ്യ രാവിലെ മുതൽ വൈകുന്നേരം വരെ പഠിക്കുവാൻ കിട്ടൂല. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ഇഞ്ചി കഷ്ണം തിന്നിട്ടെങ്കിലും 1000 കിട്ടി. എത്രയാണ്? 6 ഇഞ്ചിക്ക്? ഇപ്പൊ എത്രയായി നിങ്ങക്ക്? 46ആയോ? ഞാൻ എങ്ങനെ പരിശ്രമിച്ചിട്ടും കാര്യമില്ല, ഞാൻ എത്തൂല, ഉറപ്പാണ്. 15 എങ്ങനെ ഇട്ടാ 15? ശരി, അത് ഉറപ്പാണ്. ഞാൻ കണ്ടും കൊണ്ടാണ്. അപ്പൊ വീണ്ടും നാരങ്ങ കിട്ടിയില്ല, 2 വട്ടം നാരങ്ങ. മറ്റൊട്ടും കിട്ടിയില്ല. നിങ്ങൾക്ക് മാത്രം. ഞാൻ അല്ലെങ്കിൽ ഈ മത്സരം തുടങ്ങിയപ്പോഴേ കരുതിയതാ എനിക്ക് മാത്രം മുളകും പച്ചമുളകൊക്കെ കിട്ടുള്ളൂ. ഇഞ്ചി നല്ല സീനാട്ടോ. കുറച്ച് പഞ്ചസാര നിന്നാ കുറച്ച് ഉപ്പും പാട 2 മതം കഴിച്ചു. പക്ഷെ ഉപ്പിലേറെ പേരാണ് നാരങ്ങ. ഉപ്പ് സഹിച്ചാൽ പറ്റില്ല. ഇപ്പത് എന്താ അതെന്നാവും. അപ്പൊ മധുരം എല്ലാം പാടെ. അപ്പൊ എത്ര എനിക്ക് നാരങ്ങ? 5 മാർക്ക്. പക്ഷെ ഇഞ്ചി നല്ലതാണ്, ഇഞ്ചി ചുമക്ക് നല്ലതാട്ടോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല അല്ലേ? കറി 2 കൈപ്പങ്ങി ഇഞ്ചി ഒക്കെ പാടായിട്ട് മുളക് കിട്ടിട്ടില്ല നിങ്ങൾക്ക്? ഇഞ്ചി കരുന്ന ഉപ്പ് തരുമ്പല്ലേ അതാണെന്നുണ്ടെങ്കിൽ പെട്ട തന്നെ ഞാൻ 2ാമത് സവാള. മക്കളെ മാണ്ടിയില്ല സവാള. 4 മാർക്കും കൂടി കിട്ടിയാൽ മതി. പക്ഷെ കിട്ടിയ 2 തന്നെയാണ് സവാള. ഇപ്പൊ ഇഞ്ചിയാ തിന്നതേ, ആ ഇഞ്ചി കൂടെ ഇനി സവാള ഉണ്ട്. പൊട്ടില്ല പിന്നെ ഓക്കെ വലിയ 2 മാർക്ക് സവാളക്ക്. അടുത്ത് ഞാനാട്ടോ, അടുത്ത ഞാനാണേ. സുരാമാവ് പച്ചമുളക് 10 മാർക്കുണ്ട്. എപ്പോൾ പൊട്ടിച്ചാൽ ഇതിൻ്റെ ഒപ്പത്താ 1 മാർക്കിനെ വന്നു, 2 മാർക്കിനെ വന്നു. പാവല്ലേ, ത്യാഗം ചെയ്യല്ലേ. എങ്ങനെയെങ്കിലും ഇന്ത്യയിൽ ഞാൻ എന്നാലും വരെ പഴയത്തെ ഊരിപ്പോ പോകും. ഫുള്ളൊന്നാണ് അല്ലെങ്കിൽ കേട്ടോ. എന്താ വെച്ചാൽ 2 മാർക്കുള്ളൂ. പിന്നെ എത്ര 10 എത്ര 45 നിങ്ങളല്ലേ നിങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ട്. അപ്പൊ പഞ്ചസാര അപ്പൊ പഞ്ചാര നല്ലൊരു പച്ചമുളക് മക്കളെ. ഇത് വേറെ വിഷയം. 2 മാർക്ക് കിട്ടിയാൽ മതിയല്ലോ. 2 മാർക്ക് കിട്ടിയാൽ പോലെ ഞാനൊരു കാര്യം ചെയ്തു. ഈ അറിവിന്റെ ഈ അവസ്ഥയിൽ ഞാൻ ആ മാർക്ക് മാണ്ടാച്ചാണ്.
മതി. നമുക്ക് 10 kg ചോദിച്ചു 1000 പോയി തിന്നേ കഴിക്ക്. ഞാൻ കീഴടങ്ങി അതിൽ കീഴടങ്ങി ശരി 2 മാസം വരുന്നുള്ളൂ. അപ്പൊ കഴിയൂല. അപ്പൊ മാർക്ക് വെട്ടേണ്ടി കിട്ടോ അത് പറ്റില്ല. അങ്ങനെ പറയാനേ. എന്നാ ഇനി ഇതാണ് അടുത്ത പച്ചവളി പോകും. പച്ചവളി അടുത്ത പച്ചവളി കിട്ടി കഴിഞ്ഞു 2 കളി കൂടി അടുത്തിട്ട് ഞാൻ എന്തായാലും മധുരമുള്ളതാണ് ഞാൻ കഴിക്കും. എരിവുള്ളതാണെങ്കിൽ ഇങ്ങോട്ട് കഴിച്ച കൈപ്പങ്ങ എല്ലാം പറയാം. എനിക്ക് നാരങ്ങ മാത്രം കിട്ടിയില്ല. ചെവി കൂടിയൊക്കെ ചെവി ഒരുമാതിരി. അടുത്ത ചലഞ്ചില് നമുക്ക് എന്ത് ചെയ്യും, ഇതിൽ കിട്ടണ കഴിക്കാതെ നിന്ന് കഴിഞ്ഞാല് അത്ര മാർക്ക് നമുക്ക് കിട്ടിയെന്ന് മനസ്സാവും കേട്ടോ. അടുത്ത ചലഞ്ചിൽ അങ്ങനെ ആയിരിക്കും. ക്യാരറ്റ് മാർക്ക് എത്ര? ഒരാൾക്ക് വണ്ടി വരും. അല്ല കുഴപ്പമില്ലല്ലോ, എരിവില്ലല്ലോ. ഇതിനകത്തുണ്ട് നമ്മളെ കളി അവസാനിക്കാണ്. കിട്ടാത്ത മുതൽ കിട്ടി നമുക്ക് നാരങ്ങ കിട്ടിയിരിക്കുകയാണ്. കിട്ടാത്ത മുതലാണ്. പക്ഷെ 5 മാർക്കുണ്ട്. ഇതിന്മേ നമ്മൾ കളി അവസാനിക്കുകയാണ്. 53 മാർക്കോടെ ആരാണ് വിജയി? വല്ലാത്ത സീന മക്കളെ. പല്ലു കുറിച്ച ഭാഗ്യമുണ്ട്, സമാധാനം. എന്തായാലും എന്തായാലും ലാസ്റ്റിക്ക് നിങ്ങൾക്ക് കിട്ടിയല്ലോ. തുപ്പി തുപ്പി സാറില്ലല്ലേ, പാവാണ്. പരിപാടി കഴിഞ്ഞിട്ട് കഴിച്ചില്ല. പരിപാടി കഴിഞ്ഞിട്ട് കഴിച്ചില്ലാന്ന് കാര്യം 1000 എത്ര ഇപ്പോ നാരായണക്ക്? എനിക്കൊരു അവസരം വേണമെങ്കിൽ തരാം. 10 കിട്ടിയാൽ ജയിച്ചു. എൻ്റെ 53 മാർക്ക്. അപ്പൊ 53 മാർക്കോടെ ഞാൻ വിജയിച്ചിരിക്കുന്നു. എന്റെ കാശങ്ങൾ തന്നാലും എന്റെ കയ്യിലുണ്ട് പൈസ. നല്ലോണം എരിവുണ്ടായി. എരിവ് പോകാൻ വേണ്ടിട്ട് ഐസ്ക്രീം ഞാൻ കരക്കുന്നു കേട്ടോ. നല്ല എരിവാണ് വേണ്ടത്. പിന്നെ നാളെ എങ്ങനെയെങ്കിലും ഇപ്പൊ ഇത് കുറച്ചു നേരം കുടിച്ചിട്ടാണെങ്കിൽ ഇത് ഇല്ലാതില്ല. അപ്പൊ എന്തായാലും മത്സരത്തില് ജയിച്ചത് അപ്പൊ 53 മാർക്കോടെ ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പൊ 46 മാർക്കില് രണ്ടാം സ്ഥാനത്ത് പോകുന്നുണ്ട്. 46 മാർക്ക് എനിക്കും 53 മാർക്ക് നമുക്ക് കിട്ടി. അപ്പൊ ഒരു കാര്യം, ഇനി നമ്മള് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണോ ജയിക്കുന്നത് ഓർക്ക് 1000 രൂപ കൊടുക്കും. ഓൾ ജയിച്ചാൽ ഓക്ക് ഞാൻ 1000 കൊടുക്കും. ഞാൻ ജയിച്ചാൽ ഓൾ എനിക്ക് 1000 തരുന്നതാണ്. ഇത് കടം വാങ്ങിയ പൈസ കേട്ടോ. ഓള് കുട്ടികളെ കടം വാങ്ങി സംഭവം ഞാനിപ്പോ പായ വേറെ വെള്ളം കുടിച്ചാ നമ്മൾ 1000 കിട്ടി. നേരം രാവിലെ പോയാൽ വൈകുന്നേരം വരെ പണിയെടുക്കാൻ കിട്ടുന്ന പൈസ കിട്ടി. 1000 പോയതില്ല. അതുകൊണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.